ഹായ് കൂട്ടുകാരെ, നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചേനത്തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തേങ്ങ വറുത്തരച്ച വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചേനത്തീയലാണ്. അപ്പോൾ നമുക്ക് ഓടിപ്പോയി ഒന്ന് കണ്ടിട്ട് വന്നാലോ? അപ്പോൾ ഇവിടെ ഞാൻ ഒരു 1/4 കിലോ ചേനയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകി ചെറിയ പീസായിട്ട് അരിഞ്ഞടുപ്പത്ത് വെച്ചതാണ്. അപ്പോൾ ചേന തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും ഒരു 2-3 പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളക് ഇടാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, പിന്നെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തരച്ചെടുക്കാനുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാൻ തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചെറിയുള്ളിയും കറിവേപ്പിലയും ഉണ്ട്. ഇനിയിപ്പോൾ അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ എണ്ണ ഒഴിച്ചിട്ടില്ലേ, ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ഇളക്കിയതിന് ശേഷം മാത്രമേ ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തേങ്ങ വറുത്തെടുക്കണതിനും ഒരു പരുവമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്ത് എടുക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേയായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ മല്ലിപ്പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് മുളക് പൊടി 2 ടേബിൾ സ്പൂണും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കാം. അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം. ഇരുമ്പ് ചീനച്ചട്ടി ആയതുകൊണ്ട് ഞാൻ പെട്ടെന്നത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തേങ്ങ വറുത്തെടുക്കേണ്ടത്. ചേനത്തീയലിനൊക്കെ നമ്മളിങ്ങനെ വറുത്തെടുക്കണം. തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയി വരണം, എന്നാലേ ആ കറിക്കൊരു കളർ കിട്ടത്തുള്ളൂ. ഈ ഒരു മെത്തേഡ്. അപ്പോൾ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ചേനയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്തിരിക്കുകയാണ്. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നന്നായിട്ട് ചേന വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ അരപ്പിൻ്റെ കൂട്ട് അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല ഗ്രേവിയിലാണ് നമുക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അരിച്ചു വെച്ചിട്ടുണ്ട്, വാളംപുളി. അപ്പോൾ അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പുളിവെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. കറി നന്നായിട്ട് തിളച്ച് കിട്ടണം. അതിന് ശേഷം നമുക്കൊരു വറ താളിച്ച് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. വറുത്തരച്ച കറി എന്ന് പറയുമ്പം ഈ ഒരു കളറിൽ നമുക്ക് കിട്ടണം. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പുളിയൊക്കെ ഒഴിച്ചുള്ള കറിയല്ലേ, നമ്മളതൊക്കെ കൂട്ടേണ്ടതല്ലേ, നാടൻ റെസിപ്പിയാണ്. അപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇനി കടുക് പൊട്ടിച്ചൊഴിക്കാൻ പോവുകയാണ്. അതിലേക്ക് ഞാനൊരു പാൻ അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകും വറ്റൽമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് മൂപ്പിച്ച് കറിയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചേനത്തീയൽ ഇവിടെ റെഡിയാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചേനത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.